ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഹൂസ്റ്റൺ ഗാർഡൻ സെന്ററിൽ വന്നതാണ്. കുറച്ച് ചെടികളൊക്കെ എടുക്കണം എന്ന്. അതുപോലെ തന്നെ ഇവിടെ റോസയ്ക്ക് ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റോസ നട്ട് വെക്കാം. കാരണം റോസയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്റർ വന്നാലും ആ റോസ പോകത്തില്ല. ആ വിന്ററിലൊക്കെ നമുക്ക് റോസപ്പൂക്കൾ ഇഷ്ടംപോലെ കായ്ക്കും. ആ ചെടി പോയി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ കിളുത്ത് നമുക്ക് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റോസ പിടിക്കാം. കാരണം എൻ്റെ ഗാർഡനിൽ ചെടികളെല്ലാം പോയി. ഇപ്പം ഗാർഡനിൽ ഒരു ചെടിയില്ല, ആകെ റോസ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് റോസയും കൂടെ ഒക്കെ വാങ്ങിച്ച് നട്ട് വെക്കാമെന്ന് കരുതി. അതുപോലെ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഗാർഡന്റെ എൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന കാണാം, ഹൈഡ്രാഞ്ചിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇത് എല്ലാ ഹൈഡ്രാഞ്ചിയായും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇതുകൊണ്ട് ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഇത്രയും പൂക്കളുണ്ട്. നമുക്ക് റോസ് കളർ, നമ്മുടെ നാട്ടിലൊക്കെ ഹൈഡ്രാഞ്ചി ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ആകാശനീല കളറാണ്. ഇത് നോക്കിക്കുക, പിങ്ക് കളറിലെ ഹൈഡ്രാഞ്ചിയാണ്. ഇത് നോക്കി ഇവിടെ മൊത്തം നിങ്ങൾക്ക് കാണാം, ദേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഈ ഹൈഡ്രാഞ്ചിയുടെ വില $9.99. പക്ഷെ ഇത് നോക്കുക ഗൈസ്, നമ്മളാ നാട്ടിലത്തേത് മിക്സഡ് ആയിട്ടുണ്ടത്. നമ്മുടെ ബ്ലൂവും പിങ്കും എല്ലാം കൂടെ കൂടി മിക്സഡ് ആയിട്ടുള്ള ബ്ലൂവും ഇവിടെ തന്നെ കാണാം. ഈ ഭാഗത്ത് ഇങ്ങോട്ടെല്ലാം മിക്സഡ് ആയിട്ടും എൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം പിങ്ക് കളറുമാണ്. പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയുടെ സെക്ഷനാണ്. ഇത് ഇന്ന് ഹൈഡ്രാഞ്ചിക്ക് ഓഫറാണ് എന്ന് അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഹൈഡ്രാഞ്ചി എടുത്താലും നമുക്ക് $9.99 കിട്ടും. പക്ഷെ ഹൈഡ്രാഞ്ചി ഞാൻ എടുക്കുന്നില്ല എന്ന് വെച്ചു, കാരണം അത് ഒത്തിരി കാലം നിൽക്കത്തില്ല. പെട്ടെന്ന് അതൊക്കെ സീസണലായിട്ടുള്ള ചെടിയാണ്. അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു റോസൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നിൽക്കുമല്ലോ. അപ്പം അങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ചെടി മേടിക്കാം എന്ന് കരുതിയാണ് ഞാനും എൻ്റെ മോനും കൂടി ഇന്ന് ഈ ഗാർഡൻ സെൻറ്ററിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഗാർഡൻ സെൻറ്റർ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹൂസ്റ്റൺ ഗാർഡൻ സെന്ററിന്റെ ഫ്രണ്ടിലാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ബോഗൺവില്ലയാണ് നിൽക്കുന്നത്. പർപ്പിൾ കളറും ഉണ്ട്, അതുപോലെ മജന്ത കളറുണ്ട്. ഇതിന്റെ വില കേട്ടാൽ ഗൈസ് നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇതിന്റെ വില കേട്ടപ്പോൾ. ഇതിന്റെ ഒരു ചെടിക്ക് $59.99, അതായത് $60 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു 10-800 രൂപയോളം. അങ്ങനെ $1 എന്ന് പറഞ്ഞാൽ 80-90 രൂപയാണല്ലോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, $60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണല്ലേ ഒരു ബോഗൺവില്ലയുടെ വില. നമ്മുടെ നാട്ടിൽ ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ബോഗൺവില്ല. പക്ഷെ ഇവിടെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് ഞാൻ ബോഗൺവില്ല മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ കരുതി വന്നതാണ്. കാരണം ഇത് നമുക്ക് വിന്ററിൽ നിൽക്കും, പോകത്തില്ല. പക്ഷെ എൻ്റെ വില കേട്ടത് കൊണ്ട് ഞാൻ എൻ്റെ ഇത് മേടിക്കണം എന്നുള്ള പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് നോക്കട്ടെ, നമുക്ക് പറ്റിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ബോഗൺവില്ലയുടെ ചെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ $60 കൊടുത്തൊക്കെ ആരാ മേടിക്കുന്നല്ലേ. പിന്നെ ഈ പൊക്കം കുറഞ്ഞ ബോഗൺവില്ലയ്ക്ക് $24.99 നമ്മൾ അവിടെ മുമ്പിൽ കണ്ടത് നല്ല ഹൈറ്റിൽ നിൽക്കുന്നതാണല്ലോ. അപ്പം ഈ ചെറിയ ചട്ടിക്കകത്തുള്ള ബോഗൺവില്ലയ്ക്ക് $24.99. ഇതിലോട്ട് നമ്മൾ കയറുന്ന ആ സൈറ്റിൽ തന്നെ ഇവര് ഇടതുവശത്തായിട്ട് റോസ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വലതുവശത്തെല്ലാം കാണാം ഇങ്ങനത്തെ ടൈപ്പ് ചെടികളൊക്കെ ഇരിക്കുന്നത്. ഈ ചെടികൾക്കെല്ലാം $8.99 മാത്രമേ വിലയുള്ളൂ. ഇത് ഏത് ടൈപ്പ് നമ്മൾ എടുത്താലും ഇത് ഇവിടത്തെയൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലത്തേക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണാനായിട്ട്. ഇതിനൊക്കെ വെറും $8.99 ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഈ ചെടികൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പലതരത്തിൽ. പിന്നെ ഈ ചെടിക്ക് ഹിബിസ്കസിന്റെ എല്ലാം ഇരിക്കുന്നത്, മഞ്ഞപ്പൂവുള്ള ഹിബിസ്കസ് ഉണ്ട്.
ഇതിന് $14 99 അതായത് $15 നമുക്ക് പറയാം. നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. കാരണം ഓരോ ചട്ടിയിൽ, അതായത് നമുക്ക് ഇങ്ങനെയാണ് ഒരു ചട്ടിയോട് കൂടി തന്നെ നമുക്ക് കിട്ടും. $15 കൊടുത്താൽ കിട്ടും. പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പല വെറൈറ്റി ഹിബിസ്കസ് ഉണ്ട്. ഇത് നമ്മുടെ പീച്ച് കളർ, ഓറഞ്ച് കളറൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് പിങ്ക് കളറ്, പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റെഡ് കളർ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഹിബിസ്കസ് നമുക്ക് ഇതാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഹിബിസ്കസ് അല്ലേ, സാധാ റെഡ് കളറിലെ അതും ഇവിടെയുണ്ട്. പിന്നെ പിങ്ക് കളറിലെ നല്ല ഭംഗിയുണ്ട്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഇതൊക്കെ നോക്കി, ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഹിബിസ്കസ്. അപ്പോൾ ഇത് ഏതെടുത്താലും നമുക്ക് ഈ $15 വിലയാണ്. ഇതാണ് റൈറ്റ് സൈഡ് നമുക്ക് കാണുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വില $69.99 ഈ കുറ്റിച്ചെടി പോലെ വളരുന്ന ഈ പാത്രത്തിലിരിക്കുന്ന ചെടിക്ക്. പിന്നെ ഇവിടുത്തെ ചെടിക്കൊക്കെ $8.99 മാത്രമേ വിലയുള്ളൂ. ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഓക്കെ ഗൈസ്, ഈ എൻ്റെ ഈ പുറകിൽ കാണുന്നത് നമുക്ക് ഈ മതിലേലൊക്കെ നട്ടു വെക്കാൻ പറ്റിയ റോസയാണ്. ഇത് വള്ളി പോലെ കയറി കിടക്കുന്ന റോസ നിങ്ങൾക്ക് കാണാം, ഒത്തിരി ഹൈറ്റിലാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് $49.99 അതായത് $50. ഇവിടെ എല്ലാവരും ഒരു കറക്റ്റ് സംഖ്യ പറയത്തില്ല. അവർ $50 ആണെങ്കിൽ തന്നെ അവർ 99 സെൻറ്റ് ഇട്ടിട്ട് എഴുതത്തുള്ളൂ. പക്ഷെ നമുക്ക് $50. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു 3-4 റോസ് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. അവർ ചട്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാമ്പു ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫെൻസിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂ കായ്ച്ച് കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട് ഇത്. നല്ല മതിൽ നിറച്ച് അവരുടെ റോസപ്പൂക്കളാണ്. മതിൽ കാണാനില്ല, റോസ് കൊണ്ട് നിറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള റോസ് വെക്കണം എന്നുള്ളവർക്ക് ഈ കൊച്ചു നഴ്സറി വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം നമുക്ക് കാണാൻ പിന്നെ പൊക്കത്തിലുള്ള ചെടികളാണ്. അവർ ബാമ്പു ഒക്കെ വെച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ടെല്ലാം കാണാം, പൂക്കളില്ലാതെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം പല ടൈപ്പിലുള്ള വെറൈറ്റി. ഇതിനൊക്കെ നോക്കുക, ചെറിയ മുല്ലപ്പൂ പോലെ, കരിമുല്ല പോലത്തെ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം കുറ്റിച്ചെടികൾ കേട്ടോ. അതിനിടയ്ക്ക് റോസയും നിൽക്കുന്നുണ്ട്. ഇവിടെ റോസപ്പൂക്കൾ കായ്ച്ചു നിൽക്കുന്ന നമുക്കിവിടെ കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗാർഡൻ സെൻറ്ററിൻ്റെ ഉള്ളിലാണ്. പുറത്ത് ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ സൺഗ്ലാസ് വെച്ചിട്ട് പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്ത് നിന്നപ്പം. അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായി. അപ്പം ഇതാണ് അകത്ത് കാണിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇവിടെ മണ്ണും മൽച്ചും അതുപോലെ തന്നെ പോട്ട് മിക്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് $10.99 ഒരു ചാക്കിൻ്റെ വില. ഇത് പ്രത്യേകിച്ച് റോസസിനും ഫ്ലവേഴ്സിനും വേണ്ടി മാത്രമുള്ള ഓർഗാനിക് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സാണ്. അത് ഇങ്ങോട്ട് എല്ലാം കാണാം. എല്ലാത്തിനും തന്നെ $10.99 അതായത് $11 വിലയാണ്. പിന്നെ റേസ്ഡ് ബെഡ് മിക്സ്, ഈ സാധനത്തിൻ്റെ വില $14.99. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം പല ടൈപ്പിലുള്ള ചെടികൾക്കും വെക്കാവുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്ക് നമ്മുടെ മുള്ളുള്ള ചെടികൾ, അതാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വെയിലടിച്ചു കഴിഞ്ഞാൽ പോകും. അതുകൊണ്ടാണ് അവർ ഉള്ളിൽ, ഇത് AC ഉണ്ട് അതിനകത്ത്, AC-ക്കകത്താണ് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കള്ളിമുൾച്ചെടിയുടെ ഒക്കെ ഒരു വകഭേദത്തിൽ പെട്ടതാണ്. അവരുടെ ആ ഒരു ഫാമിലിയിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഒക്കെ വില എന്ന് പറയുന്നത് $99.99 അതായത് $29.99 അതായത് $30 കേട്ടോ. ഇതിന് $30 വിലയാണ്. ഒരു ചെടിക്ക് ചട്ടിയോട് കൂടി നമുക്ക് കിട്ടും. പിന്നെ ഇത് നോക്കുക ഗൈസ്, നമ്മുടെ അലോവറ പോലത്തെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് ഈ കാണുന്നത്. ഇത് പക്ഷേ ഇതിന് മുള്ളുണ്ട് നല്ലപോലെ, നമ്മുടെ കള്ളിമുള്ളിൻ്റെ പോലെ തന്നെയാണ്. ഇതിനൊക്കെ ഈ $30 വിലയാണ്. പിന്നെ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന് വില കുറവാണ്. ചെറിയ പാത്രത്തിൽ കൂടെ കിട്ടുന്ന ചെടികൾക്ക് അത് നമുക്ക് അകത്ത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് ചെടിയാണിത്. നമ്മളിപ്പോൾ കണ്ടതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതും ഫ്രണ്ടിലേ ഉള്ള ചെടികളായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലെ കാണാം. പക്ഷെ ഭയങ്കര വെയിലാണ് ഗൈസ്, ക്യാമറ ക്ലിയർ ആകുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ബാക്ക് സൈഡിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്.
ഇങ്ങനെ എൻ്റെ ഗാർഡൻ സെന്ററിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതൊക്കെയാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് 1, 2, 3, 4, 5, 7 ടൈപ്പ് റോസപ്പൂ വാങ്ങിച്ചു. മജന്തയുടെ 3 പിന്നെ ഈ പീച്ച് കളറിന്റെ 4 വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. പിന്നെ ഞാൻ കുറച്ച് മുളകിന്റെ ഇതൊക്കെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ പൂ കായ്ച്ച് മുളകൊക്കെ കായ്ക്കുന്ന ഒരു ചീനിയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ ആദം, ഞാൻ ഇതുപോലെ 1 വാങ്ങിച്ചു. പിന്നെ ഞാൻ ടൊമാറ്റോ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ടൊമാറ്റോ പ്ലാന്റ്. നോക്കി ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ടൊമാറ്റോ ഓൾറെഡി കായ്ച്ച് കിടക്കുവാണ്. ചെറിയ പ്ലാന്റിൽ തന്നെ ടൊമാറ്റോ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ച എൻ്റെ സാധനങ്ങൾ. അപ്പം ഞാൻ നേരെ അടുത്ത ഷോപ്പിങ്ങിലോട്ട് പോവുകയാണ്. ഇനി വാൾമാർട്ടിൽ HBയിലൊക്കെ കയറണം. ഇന്ന് ഫുൾ ഷോപ്പിംഗ് ഡേ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ഇന്നലെ ഇന്ന് ഓഫായിരുന്നു. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഡ്യൂട്ടി തുടങ്ങും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.